എല്ലാവർക്കും അദൃശ്യകരങ്ങളിലേക്ക് സ്വാഗതം. ലണ്ടൻ ടെസ്റ്റ് മത്സരങ്ങൾക്കിടെ പ്രശസ്തമായ ലാംഹാം ഹോട്ടൽ താമസിക്കാൻ ക്രിക്കറ്റ് കളിക്കാരുടെ ഭാര്യമാരും കാമുകിമാരും വിസമ്മതിച്ചിരുന്നു. ലണ്ടൻ ഹോട്ടലിൽ പ്രേതബാധയുണ്ടെന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ആ കഥയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ ഒരു വിചിത്രമായ സംഭവവികാസം നടക്കുന്നു. നിരവധി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരങ്ങൾ അവരുടെ 5 നക്ഷത്ര ലണ്ടൻ ഹോട്ടലിൽ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുറി മാറ്റാൻ അഭ്യർത്ഥിച്ചു. രസകരമെന്ന് പറയട്ടെ, ഈ ഹോട്ടൽ ചില സാഹിത്യ ഭീമന്മാർ സംരക്ഷിച്ചിരുന്നു. രാത്രിയിൽ ദുരൂഹമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് ഈ വേനൽക്കാലത്ത് ലണ്ടൻ ടെസ്റ്റ് മത്സരങ്ങൾക്കിടെ പ്രശസ്തമായ ലാംഹാം ഹോട്ടലിൽ താമസിക്കാൻ കളിക്കാരുടെ ഭാര്യമാരും കാമുകിമാരും വിസമ്മതിച്ചതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശ്രീലങ്ക ടെസ്റ്റിനിടെ എനിക്ക് മുറികൾ മാറ്റേണ്ടി വന്നു, സ്റ്റുവർട്ട് ബ്രോഡ് പറഞ്ഞതായി ബ്രിട്ടീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്ത വാക്കാണിത്. മുറിയിൽ വളരെ ചൂടായിരുന്നു, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ബാത്റൂമിലെ ടാപ്പുകൾ ഒരു കാരണവുമില്ലാതെ ഓണായി. ഞാൻ ലൈറ്റുകൾ ഓണാക്കി, ടാപ്പുകൾ സ്വയം ഓഫായി. പിന്നെ ഞാൻ വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ടാപ്പുകൾ ഓരോന്നായി ഓണായി. അത് വളരെ വിചിത്രമായിരുന്നു. അത് എന്നെ ശരിക്കും ഭയപ്പെടുത്തി. ഒടുവിൽ ഞാൻ മുറിവ് മാറ്റാൻ ആവശ്യപ്പെട്ടു. എൻ്റെ കാമുകി ബീലിയും വളരെ പരിഭ്രാന്തിയിലായിരുന്നു. കാരണം അവൾ പ്രേതങ്ങളെ വളരെയധികം ഭയപ്പെടുന്നു. സ്റ്റുവർട്ട് ബ്രോഡ് കൂട്ടിച്ചേർത്ത്, ഇന്ത്യക്കെതിരായ നിലവിലെ ടെസ്റ്റിൽ ഞാൻ നന്നായി ഉറങ്ങി, പക്ഷേ കഴിഞ്ഞ മാസം ശ്രീലങ്കൻ ടെസ്റ്റ് അത്ര മികച്ചതായിരുന്നു, ബ്രോഡ് പറഞ്ഞു. ഈ ഒരു രാത്രി ഞാൻ അർദ്ധരാത്രി ഉണർന്നു. ഏകദേശം പുലർച്ചെ 1:30 മുറിയിൽ ഒരു സാന്നിധ്യമുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. അത് ഏറ്റവും വിചിത്രമായ ഒരു അനുഭവമായിരുന്നു എനിക്ക്. ബെൻ സ്റ്റോക്സിനും ഉറക്കക്കുറവ് അനുഭവപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം 3-ാം നിലയിലാണ്. അവിടെയാണ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായത്. വിചിത്രമായ എന്തോ ഒന്ന് നടക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ബ്രോഡ് പറഞ്ഞു. 1865 തുറന്ന ലണ്ടനിലെ ലാംഹാം ഹോട്ടൽ ലോകത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള ഹോട്ടലുകളിൽ ഒന്നിൻ്റെ പട്ടികയിലുണ്ട്. കൂടാതെ മാർക്ക് ട്വെയിൻ, ഓസ്കാർ വൈൽഡ്, ആർതർ കോനൻ ഡോയൽ എന്നിവരുൾപ്പെടെ നിരവധി സാഹിത്യ പ്രതിഭകൾ ഇതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് 334 വിശ്വസിക്കപ്പെടുന്നു. ഹോട്ടലിൻ്റെ സ്വന്തം വെബ്സൈറ്റിൽ ഇങ്ങനെ പറയുന്നു: 1973 BBC റേഡിയോ അനൗൺസർ ജെയിംസ് അലക്സാണ്ടർ കോട്ടൺ രാത്രിയിൽ പെട്ടെന്ന് ഉണർന്ന് ഒരു ഫ്ലോറസന്റ് പന്ത് കണ്ടു. അത് പതുക്കെ വിക്ടോറിയൻ വൈകുന്നേര വസ്ത്രം ധരിച്ച ഒരു മനുഷ്യന്റെ രൂപം കൈവരിച്ചു. പ്രേതത്തോട് എന്താണ് വേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. അത് പ്രേതത്തിന് നേരെ പൊങ്ങിക്കിടക്കാൻ തുടങ്ങി. അതിൻ്റെ കാലുകൾ നിലത്തുനിന്ന് 2 അടി താഴെയായി മുറിച്ചു മാറ്റപ്പെട്ട രീതിയിലായിരുന്നു. കൈകൾ നീട്ടി കണ്ണുകൾ ശൂന്യമായി നോക്കി. ഈ സമയത്ത് അനൗൺസർ അവിടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. 2005 ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഷെയ്ൻ വാട്സൺ സഹതാരം ബ്രൈറ്റ്ലി ടാർഹിമിനടുത്ത് ലംലി കാസിൽ ഹോട്ടലിൽ നടക്കുന്ന പ്രേത സംഭവങ്ങളെ ഭയന്ന് മുറി പങ്കിടേണ്ടി വന്നിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു കഥയുമായി വരുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.